സത്യം പറയുകയാണെങ്കിൽ പോലീസിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ. SI എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരുന്നതൊക്കെ. പക്ഷേ പെട്ടെന്ന് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ മാറ്റേഴ്സ് എന്നുള്ള ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് എൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു സത്യത്തിൽ അധ്യാപനം എന്നുള്ളത്. ഞാൻ ലിജിത. ഞാൻ വയനാട് ജില്ലയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തലപ്പുഴയിൽ മാത്സ് അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ മാസം നവംബർ മാസം മുതലാണ് സ്കൂളിൽ അധ്യാപന ജോലി കിട്ടിയത്. അതിനു മുമ്പ് 2016 മുതൽ ഈ ജോലി കിട്ടുന്നത് വരെ ഞാൻ പോലീസിലായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ CPO ആയിട്ട് ജോലി ചെയ്യായിരുന്നു. വയനാട് ജില്ലയിൽ 1ാം റാങ്കോട് കൂടിയാണ് ഹൈസ്കൂൾ അധ്യാപികയായിട്ട് ജോലി കിട്ടിയത്. അതിന് എയ്സിനോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം 2016 മുതൽ പോലീസിൽ വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അധ്യാപനത്തിലേക്ക് മാറാനുള്ള എല്ലാ വഴികളും ഒരുക്കി തന്നത് എയ്സാണ്. എയ്സ് ആപ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓഫ്ലൈൻ അല്ല, ഓൺലൈനായിട്ടാണ് പഠിച്ചത്. പക്ഷേ എടപ്പാള് എയ്സിലെ ബിൽഡിങ് അതുപോലെ പഠിക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ ഒരുപാട് ഉപയോഗപ്പെടുത്തിയ ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവിധ നന്ദിയും എയ്സിനോട് എന്നും ഉണ്ടാവും. ഞാൻ 2016 CPO ആയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കയറിയതാണ് ഒരു 2021 വരെ. അതിനുശേഷം സത്യം പറയുകയാണെങ്കിൽ പോലീസിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ. SI എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരുന്നതൊക്കെ. പക്ഷേ പെട്ടെന്ന് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ മാറ്റേഴ്സ് എന്നുള്ള ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് എൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു സത്യത്തിൽ അധ്യാപനം എന്നുള്ളത്. ഇപ്പോൾ ജോലി കയറിയതിന് ശേഷം ഞാൻ ഈ ജോലി ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ജോലിയുടെ മഹത്വം എന്താണെന്ന് ഇപ്പോൾ കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാട് ജില്ലയുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്ന ഒരു അധ്യാപനത്തിന് കറക്റ്റാണ്. ഒരു അധ്യാപകൻ്റെ വില എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എൻ്റെ വിദ്യാർത്ഥികൾ.